ഹലോ ഓൾ. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ ഇമ്പൾസ് റെസ്പോൺസിൻ്റെയൊക്കെ നമുക്ക് വേറെ ഒരു പ്രോബ്ലം കൂടി നോക്കാം. ഓക്കെ, ഡിഫറൻസ് ഇക്വേഷൻ്റെ കേസിൽ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എന്ത് ചെയ്യാം, ഈ ഒരു പ്രോബ്ലത്തിൽ എല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഏകദേശം എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, കൺസിഡർ എ കോസൽ LTI system characterized by difference equation y of n minus 3/4 y of n minus 1 plus 1/8 y of n minus 2 is equal to 2 into x of n. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കണം. ഫൈൻഡ് ഫ്രീക്വൻസി റെസ്പോൺസ്, ഫൈൻഡ് ഇമ്പൾസ് റെസ്പോൺസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഫൈൻഡ് ദ ഔട്ട്പുട്ട് y of n ഫോർ ഇൻപുട്ട് x of n is equal to 1/3 raised to n u of n. ഇങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫ്രീക്വൻസി റെസ്പോൺസ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് കാണണമെങ്കിൽ എന്താ ചെയ്യുക, ജസ്റ്റ് മുമ്പത്തെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ഈ ഒരു y of n ഈ ഒരു ഇക്വേഷനെ എന്ത് ചെയ്യാം, നമ്മൾ രണ്ട് ഭാഗത്തും എന്ത് ചെയ്യും, ഫൊറിയർ ട്രാൻസ്ഫോം ചെയ്യും. അപ്പോൾ ടേക്കിംഗ് ഫൊറിയർ ട്രാൻസ്ഫോം ഓൺ ബോത്ത് ദ സൈഡ്സ്. അപ്പോൾ y of n ഫൊറിയർ ട്രാൻസ്ഫോം എന്താ വരിക, y of e raised to j omega വന്നു. y of n minus 1 എന്ത് വന്നു, e raised to minus j omega y of e raised to omega. 3/4 ഇവിടെ തന്നെ വന്നു. ഇത് പ്ലസ് 1/8 y of n minus 2 ആണ്. അപ്പോൾ എന്ത് വരും, e raised to minus j2 omega y of e raised to j omega വന്നു. ഈസ് ഈക്വൽ ടു എന്ത് വരും, 2 into x of e raised to j omega വന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, y of n ഉം y of e raised to j omegയും x of e raised to omegയും സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, അവിടെ ഇത് കോമൺ ആയിട്ടുള്ളത് കൊണ്ട് ഇതിങ്ങനെ എടുക്കാം. അപ്പോൾ ലാസ്റ്റ് എന്ത് വന്നു, ഫ്രീക്വൻസി റെസ്പോൺസ് നമുക്ക് കിട്ടി അല്ലേ. ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് എന്താ, h of e raised to omega ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്, y/x അല്ലേ. എന്ത് വരും, 2 അല്ലേ 1 minus 3/4 e raised to minus j omega പ്ലസ് 1/8 e raised to minus j2 omega വന്നു. ഇപ്പോൾ ഈ h of e raised to omega നമുക്ക് അങ്ങനെ ചെയ്യാം, 2 ഇവിടെ ഇതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക കേട്ടോ. ഇതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക, 1 minus 1 ഇതിങ്ങനെ കിട്ടും, 1/4 കിട്ടും മൈനസ് ഹാഫും അല്ലേ. അത് രണ്ടും കിട്ടുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ഫാക്ടേഴ്സ് കിട്ടി. കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസ്. ഇനി ഇമ്പൾസ് റെസ്പോൺസ് എങ്ങനെയാണ്, ഇമ്പൾസ് റെസ്പോൺസ് എന്താ, ഇതിൻ്റെ ഇൻവേഴ്സ് ആണ് അല്ലേ. ഫ്രീക്വൻസി റെസ്പോൺസ് കിട്ടിയില്ലേ, അതിൻ്റെ ഇൻവേഴ്സ് കാണും. എങ്ങനെ കാണുക, സാധാ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് അല്ലേ. പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, a/, ചെയ്യാം പ്ലസ് b/, എയും ബിയും കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എയും ബിയും നമ്മൾ കാണുമ്പോൾ എങ്ങനെ കാണുക, ഇവിടെ e raised to minus j omega നമ്മൾ എന്ത് ചെയ്യും, ഒരു 4 ഇട്ട് കൊടുക്കും. ഡിനോമിനേറ്റർ 0 ആണ് അല്ലേ, അത് ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് നോക്കുക കേട്ടോ. എയും ബിയും ഒക്കെ സാധാ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡാണ്. അങ്ങനെ എയും ബിയും കിട്ടി. പിന്നെ h of e raised to omega നമുക്ക് എങ്ങനെ കിട്ടും, ഇവിടെ തന്നെ ഈ എയും ബിയും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇമ്പൾസ് റെസ്പോൺസ് എങ്ങനെ കിട്ടി, ഇവിടെ -2 അല്ലേ ഇൻറ്റു 1/4 raised to u of n ഉം പിന്നെ ഈ -2 ഇൻറ്റു 1/4 raised to u of n ഉം പ്ലസ് 4 ഇൻറ്റു 1/2 raised to u of n വന്നു. മനസ്സിലായോ, സാധാ ഇൻവേഴ്സ് അല്ലേ. ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിൽ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് ചെയ്യില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് u of n വന്നത്, ക്വസ്റ്റ്യൻ്റെ കോസലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്, ക്വസ്റ്റ്യൻ്റെ കോസലാന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ്റെ കോസല പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് സൈഡ് സിഗ്നലാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമ്പൾസ് റെസ്പോൺസും ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് അടുത്ത പാർട്ട് എന്ത് ക്വസ്റ്റ്യൻ അല്ലേ, നമുക്ക് ഒരു ഇൻപുട്ട് തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇവിടെ ഒരു ഇൻപുട്ട് തന്നിട്ടുണ്ട്, ഇൻപുട്ട് x of n തന്നിട്ടുണ്ട്. ഇത് നമുക്ക് എന്താ കാണേണ്ടത്, ഔട്ട്പുട്ട് y of n കാണണം അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഫ്രീക്വൻസി റെസ്പോൺസ് ക്വാളിറ്റി കിട്ടിയിരുന്നു, 2 ഇത് കിട്ടിയിരുന്നു അല്ലേ, ഇങ്ങനെ കിട്ടിയിരുന്നു. ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയില്ലേ, അതന്നെ. ഇനി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഈ ഇൻപുട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x of n എന്താ കിട്ടിയത്, ക്വസ്റ്റ്യൻ തന്നിരിക്കേണ്ടത്
1/3 റേസ് ടു n u of n ആണ്. അപ്പോൾ ഈ ഒരു ഇൻപുട്ട് നമ്മൾ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ എക്സ് ഓഫ് എൻ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എക്സ് ഓഫ് ഇ റേസ് ടു എന്താ കിട്ടുക? 1/1 മൈനസ് 1/3 ഇ റേസ് മൈനസ് ജെമേഗ കിട്ടും. ഇതിനെ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫോറിയർ ട്രാൻസ്ഫോം കണ്ടാൽ മതി അല്ലേ? ഈ ഒരു ഇതിൻ്റെ ആൽഫ റേസ് ടു u of n ആണെങ്കിൽ 1/1 മൈനസ് ആൽഫ ഇ റേസ് ടു മൈനസ് ജെമേഗ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ എച്ച് ഓഫ് ഇ റേസ് ടു ജെമേഗ എന്താണെന്ന് ഞാൻ പറഞ്ഞു, y/x ആണ് അല്ലേ? അപ്പോൾ y ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ y ഓഫ് ഇ റേസ് ടു ജെമേഗ അവിടെ വയ്ക്കുക. എന്നിട്ട് ഈ എക്സ് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ എന്ത് വരും? 2 × 1 മൈനസ് ഹാഫ് ഇ റേസ് ടു ജെമേഗ മൈനസ് ജെമേഗ 1 മൈനസ് 1/4 ഇ റേസ് ടു മൈനസ് ജെമേഗ ഇൻറ്റു എക്സ് ഓഫ് ഇ റേസ് ടു ജെമേഗ. ആ എക്സ് ഓഫ് ഇ റേസ് ടു ജെമേഗ എന്താ? ഇതല്ല കിട്ടിയത്. അപ്പോൾ അതിവിടെ എന്ത് തോന്നുന്നു? ഇവിടെ y എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ആരും കൂടി വരും, ഈ ഒരു ടേം കൂടി വരും. നമുക്ക് എന്താ കാണേണ്ടത്? y ഓഫ് n കാണേണ്ടത്. y ഓഫ് ഇ റേസ് ടു ജെമേഗ അല്ല കാണേണ്ടത്, y ഓഫ് n കാണേണ്ടത്. y ഓഫ് n കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ ഇൻവേഴ്സ് എടുക്കണം. ഇൻവേഴ്സ് എടുക്കുന്നത് എങ്ങനെയാണ്? എയും ബിയും സിയും കാണുക പാർഷ്യൽ ഫാഷനിൽ. എയും ബിയും സിയും കണ്ടു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടും. ഇൻവേഴ്സ് എന്ത് ചെയ്യുക? നമുക്ക് y ഓഫ് n ഇങ്ങനെ കിട്ടി നിൽക്കാം. a -16 കിട്ടും, b 6 കിട്ടും, c 12 കിട്ടും. നോക്കിയാൽ മതി. ഞങ്ങൾ c 12 കിട്ടും. എന്നിട്ട് y ഓഫ് n എങ്ങനെ കാണുക? -16 × 1/3 റേസ് ടു n u of n പ്ലസ് 6 × 1/4 റേസ് ടു n u of n പ്ലസ് 12 × 1/2 റേസ് ടു n u of n. അപ്പോൾ ഇതാണ് എന്ത്? നമ്മുടെ y ഓഫ് n. അത്രയോ? ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്തൊക്കെ ചെയ്തു? നമുക്കൊരു ഡിഫറൻസ് ഇക്വേഷൻ തന്നു. ആ ഡിഫറൻസ് ഇക്വേഷൻ നമ്മൾ എന്തൊക്കെ ചെയ്തു? ആദ്യം നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് കണ്ടുപിടിച്ചു. കാരണം ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത് എന്താ? ഫ്രീക്വൻസി റെസ്പോൺസ് എന്നാണ്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ പറയും ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക, ഫൈൻഡ് ദ ഇമ്പൾസ് റെസ്പോൺസ് യൂസിങ് ഫോറിയർ ട്രാൻസ്ഫോം. രണ്ടും ഒരേ മീനിങ് ആണ്. അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് ചോദിക്കാം, അല്ലെങ്കിൽ ഇമ്പൾസ് റെസ്പോൺസ് യൂസിങ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം വെച്ച് ചെയ്യുക. അപ്പോൾ അത് ചെയ്തു. പിന്നെ നമ്മളോട് ചോദിച്ചത് എന്താ? ഒരു ഇൻപുട്ട് തന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ പറയും. ഓക്കെ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ എങ്ങനെയാ വെച്ചാൽ എക്സാമിന് 2 ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്. വേറെ ഇതിന് പുറമെ 2 ടൈപ്പ് ചോദിക്കും. എങ്ങനെയാ വെച്ചാൽ എങ്ങനെയാണ് പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ ഫൈൻഡ് ദ ഔട്ട്പുട്ട് y ഓഫ് n ഫോർ ഇൻപുട്ടല്ല ചോദിച്ചത്. ഇനി അതേപോലെ തന്നെ ഫൈൻഡ് ദ ഇൻപുട്ട് എക്സ് ഓഫ് n ഫോർ ദി ഔട്ട്പുട്ട് y ഓഫ് n ചോദിക്കാം. അപ്പോൾ എങ്ങനെ ചെയ്യുക? അപ്പോൾ നമ്മൾ ഈ ചെയ്ത പോലെ തന്നെ വരും. ഓക്കെ. അതിൻ്റെ എക്സ് ഓഫ് n കണ്ടുപിടിക്കേണ്ടത് y ഓഫ് n എന്ത് ചെയ്യും? ആ y ഓഫ് n നമ്മൾ എന്ത് ചെയ്യുക? y ഓഫ് ഇ റേസ് ടു ജെമേഗ കാണാം, ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് എക്സ് ഓഫ് ഇ റേസ് ടു ജെമേഗ കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യുക? ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കാണാം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ എന്താ വരുന്നത് വെച്ചാൽ ഫൈൻഡ് ദ സ്റ്റെപ്പ് റെസ്പോൺസ് വരും. ഫൈൻഡ് ദ സ്റ്റെപ്പ് റെസ്പോൺസ്. അപ്പോൾ സ്റ്റെപ്പ് റെസ്പോൺസ് എന്താണ്? സ്റ്റെപ്പ് റെസ്പോൺസ് പറഞ്ഞാൽ എന്താ? സ്റ്റെപ്പ് ഇമ്പൾസ് റെസ്പോൺസ് വെച്ചാൽ എന്താ? ഒരു ഇമ്പൾസ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഇമ്പൾസ് റെസ്പോൺസ്. അപ്പോൾ സ്റ്റെപ്പ് റെസ്പോൺസ് എന്താ? ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? u ഓഫ് n ആണ്. അപ്പോൾ u ഓഫ് n ഇൻപുട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടാണ് എന്ത്? സ്റ്റെപ്പ് റെസ്പോൺസ് അല്ലേ? അപ്പോൾ എക്സ് ഓഫ് n എന്ത് വരും? സ്റ്റെപ്പ് റെസ്പോൺസ് ചോദിക്കുമ്പോൾ എക്സ് ഓഫ് n u ഓഫ് n വരും. അപ്പോൾ എക്സ് ഓഫ് n u ഓഫ് n ആണെങ്കിൽ എക്സ് ഓഫ് ഇ റേസ് ടു ജെമേഗ എന്താ വരിക? 1/1 മൈനസ് ഇ റേസ് ടു മൈനസ് ജെമേഗ വരും. ഓക്കെ. എന്നിട്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം പഠിച്ചു വയ്ക്കുക. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടൈപ്പാണ്, എന്തായാലും ഉണ്ടാവും ഈ ഒരു പ്രോബ്ലം. കാരണം 6th മൊഡ്യൂളിന് ചോദിക്കാൻ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. 6th മൊഡ്യൂളിന് ഈ ട്രാൻസ്ഫർ ഫംഗ്ഷനും ഫ്രീക്വൻസി റെസ്പോൺസും അതേപോലെ തന്നെ DTFT ജെറ്റ് ട്രാൻസ്ഫർ റിലേഷനും ഇത് 3 തന്നെ ചോദിക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ചോദിക്കും. ഓക്കെ. അപ്പോൾ ഇതെന്തായാലും പഠിച്ചു വയ്ക്കുക. താങ്ക് യു.